സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് നമ്മുടെ ബ്രെയിനിന് ചുറ്റുമുള്ള ഒരു ഫ്ലൂയിഡാണ്. ഈ ഫ്ലൂയിഡിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. നമ്മുടെ ബ്രെയിനിനെ നറിഷ് ചെയ്യുന്നു, അതായത് അതിന് വേണ്ട ന്യൂട്രിയൻസ്, അതിന് വേണ്ട സപ്ലിമെന്റ്സ് ഡെലിവർ ചെയ്യുന്നു. അതിന് പുറമെ ഒരു ഷോക്ക് അബ്സോർബറായിട്ട് ആക്ട് ചെയ്യുന്നു. നമ്മുടെ ബ്രെയിനിന് ചുറ്റും ഈ ഒരു വെള്ളക്കെട്ട് മാതിരി ഉള്ളത് കൊണ്ട് ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ബ്രെയിനിലോട്ട് ഉണ്ടാകാതെ സഹായിക്കുന്നു. അപ്പോൾ ഇതിന് ഒത്തിരിയധികം ഫങ്ഷൻസ് ഉള്ള ഒരു ഫ്ലൂയിഡാണ്. എന്നാൽ വളരെ അപൂർവമായിട്ട് പേഷ്യൻസ് മൂക്കിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നു എന്നൊരു പരാതിയായിട്ട് OPയിൽ വരാറുണ്ട്. അത് സാധാരണ രീതിയിൽ നമ്മൾ മൂക്കൊലിപ്പ്, ജലദോഷം എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ രണ്ട് മൂക്കിൽ നിന്നും മൂക്കൊലിപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജലദോഷം, ഇത് രണ്ട് മൂക്കിൽ നിന്നും നമ്മൾ ഡിസ്ചാർജ് കാണാറുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു വ്യക്തിയുടെ ഒരു മൂക്കിൽ നിന്ന് മാത്രം കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഇറ്റി വരികയാണെങ്കിൽ അത് നമ്മൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു സാഹചര്യമാണ്. അതിൻ്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ പേഷ്യൻസ് വന്ന് പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും ശകലം പ്രത്യേകതയുള്ള കാര്യങ്ങളായിരിക്കും. അതായത് ഞാൻ കുനിഞ്ഞ് മിറ്റം തൂക്കുന്നു, അല്ലെങ്കിൽ ഞാൻ കുനിഞ്ഞ് എന്തെങ്കിലും എടുക്കാൻ പോകുമ്പോൾ എൻ്റെ മൂക്കിൽ നിന്ന് 2-3 തുള്ളി വെള്ളം ഇറ്റി താഴെ പോകും. അതുപോലെ ഞാൻ കിടക്കുമ്പോൾ ഈ വെള്ളം തൊണ്ടയിലോട്ട് ഇറങ്ങി വരുന്നു. ഇതിനൊരു ഉപ്പ് രസമുണ്ട്. അപ്പം ഇങ്ങനത്തെ ഹിസ്റ്ററി എന്തെങ്കിലും നമ്മൾ ലഭിക്കുകയാണ്, അതായത് ഒരു മൂക്കിൽ നിന്ന് മാത്രം വെള്ളം വരുന്നു, ഇങ്ങനെ നമ്മൾ കുനിയുക അല്ലെങ്കിൽ സ്ട്രെയിൻ ചെയ്യുമ്പോൾ മാത്രം വെള്ളം വരുന്നു, ഒരു ഉപ്പ് രസത്തിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണ്. ഇതെല്ലാം ഒരു നമ്മളെ വളരെയധികം അലേർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. അതായത് നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധയോടെ ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്.